നമ്മൾ ഇന്ന് പോകുന്നത് കാഠ്മണ്ഡുവിലുള്ള ചന്ദ്രഗിരി ഹിൽസിലോട്ടാണ്. നമ്മൾ ഇന്നലത്തെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ കാഠ്മണ്ഡു ടൗണൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അടുത്തുള്ള പ്ലേസസൊക്കെ കാണുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രഗിരി ഹിൽസിലോട്ട് പോകുക എന്നുള്ളതാണ്. ഈ ചന്ദ്രഗിരി ഹിൽസിൻ്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 പരം മീറ്ററുകൾ മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബലേശ്വര മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നതും വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലൂടെ ഓടുന്ന കേബിൾ കാർസ് തന്നെയാണ്. അടുത്തായിട്ട് ഇവിടുത്തെ കേബിൾ കാർസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ടാക്സി വളരെ ചീപ്പായിട്ട് പിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടാക്സി ഉൾപ്പെടെ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് ടാക്സീസും വിളിച്ചത് ഇൻഡ്രൈവ് എന്ന് പേരുള്ള ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലുള്ള ഊബറൊക്കെ പോലെ തന്നെ ഇൻഡ്രൈവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ചീപ്പ് റേറ്റിൽ അല്ലെങ്കിൽ ഡീസൽ റേറ്റിലുള്ള ടാക്സീസ് ഇവിടെ എല്ലായിടത്തും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു ആപ്പാണ് പത്താവോ ആപ്പ്. ഈ 2 ആപ്സിലുമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലെയും ടാക്സീസൊക്കെ സെർച്ച് ചെയ്തത്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാക്സി വിളിച്ച് നേരെ ഇങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഈ കാണുന്നതാണ് ചന്ദ്രഗിരി ഹില്ലിൻ്റെ താഴ്വാരം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. ഒരു തണുപ്പ് കാലത്തൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ചന്ദ്രഗിരി ഹില്ലിൻ്റെ ലുക്കേ ആയിരിക്കില്ല കേട്ടോ ഉണ്ടാവുക. കാരണം മൊത്തമായിട്ടും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ചന്ദ്രഗിരി ഹില്ലിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ടിരുന്നു. ഇവിടുത്തെ ബോർഡിലായിട്ട് നമുക്ക് ഓരോ കൺട്രീസിലെയും ആൾക്കാർക്ക് എത്ര രൂപയാണെന്നൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യൻസിനൊക്കെ ഏകദേശം 880 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഇതുപോലെ ടിക്കറ്റ് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ കേബിൾ കാർ കയറാനായിട്ടാണ്. ഒരു കേബിൾ കാർ കയറാനായിട്ട് നമുക്കിതുപോലെ ഒരു ക്യൂ ഒക്കെ നിന്ന് വേണം കേട്ടോ മുകളിലോട്ട് പോകാനായിട്ട്. ഏതായാലും ഇന്ന് നമ്മൾ വന്ന ദിവസം ഒരു വീക്ക് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കയറി ചെല്ലാൻ സാധിച്ചു. നമ്മുടെ ടിക്കറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞാണ് ഉള്ളിലോട്ട് നമ്മളെ കയറ്റി വിടുന്നത്. അങ്ങനെ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വരിയായിട്ട് ഓരോരുത്തരെയും ഓരോ കേബിൾ കാർസിലോട്ട് കയറ്റും. ഒരു കേബിൾ കാറിൽ ചുരുങ്ങിയത് 4 പേരെങ്കിലും ഉണ്ടെങ്കിലേ അവരെ കയറ്റി വിടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് ഈ ഫ്രണ്ടിൽ കാണുന്ന ഫാമിലിയുടെ ഒപ്പമാണ് നമ്മളും കയറിയത്. സേഫ്റ്റിയുടെയൊക്കെ കാര്യത്തിൽ അധികം വിട്ടുവീഴ്ചയൊന്നും വരുത്താതെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും സേഫ്റ്റിയൊക്കെയുള്ള കേബിൾ കാർ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നി ഇത് കണ്ടപ്പോൾ. നമുക്ക് കയ്യും തലയും ഒന്നും തന്നെ പുറത്തിടാനോ ഒന്നും തന്നെ സാധിക്കില്ല. അതുപോലെ മുകളിലായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ചെറിയൊരു വിൻഡോ ഒക്കെ കാണാൻ സാധിച്ചു. ഒളിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നേപ്പാളി ഫാമിലിയെ നമ്മൾ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ അത്യാവശ്യം മലയാള വാക്കുകളൊക്കെ അറിയാം കേട്ടോ. അതിന് കാരണം പുള്ളി പണ്ട് ദുബായിൽ വർക്ക് ചെയ്ത സമയത്ത് പുള്ളിയുടെ റൂംമേറ്റ്സ് ആയിട്ട് കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ കുറേയധികം വാക്കുകളൊക്കെ പുള്ളിക്ക് സംസാരിക്കാൻ അറിയുന്നുണ്ട് മലയാളത്തിൽ. ഈ കേബിൾ കാറിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഹിമാലയാസിൻ്റെ വ്യൂ തന്നെയാണ് കേട്ടോ. കാരണം കേബിൾ കാർസിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഹിമാലയം പ്രത്യക്ഷപ്പെടുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങ് ദൂരെയൊക്കെ ആയിട്ട് ഹിമാലയത്തിൻ്റെ വ്യൂസ് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ശരിയാ, രാവിലെ അതിരാവിലെ ചിലപ്പോൾ കുറച്ച് ക്ലൗഡി ആയാണ്.
ഈ കേബിൾ കാർസിൻ്റെ സഹായത്തോടെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ട്രക്ക് ചെയ്ത് കൂടെ മുകളിലോട്ട് കയറാൻ പറ്റും. ആ കാണുന്നൊരു ട്രക്കിംഗ് ട്രയലാണ് ഈ കാണുന്നത്. അങ്ങനെ ഏകദേശം 10-20 മിനിറ്റിൻ്റെ ജേണിക്ക് ശേഷം നമ്മളെ ഒരു ചന്ദ്രഗിരി ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കൊണ്ട് ഇറക്കി വിടും. അവിടുന്ന് ഇനി മൊത്തമായിട്ടും നടന്നുള്ള കാഴ്ചകളാണ് നമുക്കുള്ളത്. അവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹിമാലയാസിൻ്റെ വ്യൂ ആണ് കേട്ടോ. നേരത്തെ കണ്ട ആ ഹിമാലയാസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഏകദേശം അന്നപൂർണ ക്യാമ്പും അതുപോലെ തന്നെ നമ്മുടെ മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പൊക്കെയാണ് ആ കാണുന്നത്. അങ്ങനെ നടന്ന് ചന്ദ്രഗിരി ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തുന്ന സമയത്ത് കുറേയധികം ആക്ടിവിറ്റീസ് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിപ്പ് ലൈൻ ക്രോസിങ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ എന്നാൽ അത്യാവശ്യം രസമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ ക്രോസിങ് എന്ന് പറയുന്നത്. ഏതായാലും അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ വലിയൊരു ഗ്രില്ല് കാണാൻ പറ്റി. ഈ ഗ്രില്ല് മൊത്തമായിട്ടും കുറേ മാലകളും ലോക്കുകളൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇത് പലയിടത്തായിട്ടും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ കുറേ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ റീസണിംഗ് ഒന്നും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടുന്ന് നേരെ പിന്നെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയൊരു വാച്ച് ടവർ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറേ ബൈനാക്കുലേഴ്സൊക്കെ നമുക്ക് ഉണ്ടാവും. അതിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഏതായാലും നമ്മൾ മുകളിലോട്ടൊന്നും കയറിയില്ല. കുറച്ച് നേരം ഇവിടെയൊക്കെ ചുറ്റി അടിച്ച ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുത്തെ കടകളിൽ നിന്നൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുമായിരുന്നു. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോഴുള്ളതിനേക്കാളും തിരക്കുണ്ടായിരുന്നു താഴോട്ട് ഇറങ്ങുന്ന സമയത്ത്. ഇവിടെ അത്യാവശ്യം ഒരു 2-2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് വന്നത് കേട്ടോ. ഏതായാലും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ചന്ദ്രഗിരി ഹില്ലെന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെയുള്ള ഒരു അടിപൊളി സ്പോട്ടാണിത്. സ്പീഡ് കൂടുതലാണ് അല്ല ഇറക്കമല്ലേ. നമ്മളിങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങുന്ന സമയത്തും കുറേ പേര് മുകളിലോട്ട് ട്രക്ക് ചെയ്ത് കയറുന്നത് നമുക്ക് കാണാൻ പറ്റി. ഭയങ്കര വെയിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണുന്നുണ്ടെങ്കിലും പൊതുവേ ക്ലൈമറ്റ് ഇവിടെ കുറച്ച് തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ആ ഒരു വെയിലിൻ്റെ കാഠിന്യം പൊതുവേ കുറവായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇവിടുന്ന് നേരെ ചന്ദ്രഗിരി ഹില്ലിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ റൂമിലോട്ട് പോയെങ്കിലും നാളെ നമ്മൾ പോകുന്നത് ഇവിടുന്ന് കുറച്ച് വിട്ട് മറ്റൊരു ഹിൽ സ്റ്റേഷനായ നാഗർകോട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്പോട്ടിലോട്ടാണ്. ആ നാഗർകോട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം തന്നെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.